ഹലോ ഗൈസ്, ഞാൻ കപ്പൽ കയറി നാടുവിടാൻ പോവാണ്. അങ്ങനെ ആഴ്ചയിൽ തുണിമണിയൊക്കെ പാക്കിലാക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് നേരെ പോയത് മാംഗ്ലൂർ എയർപോർട്ടിലോട്ട്. അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച് നേരെ മുംബൈയിലോട്ട് പോകണം. മുംബൈ ആണല്ലോ എല്ലാ കപ്പലുകാരുടെയും സെക്കൻഡ് ഹോം. അങ്ങനെ മുംബൈയിൽ പോയി ഇറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും നമ്മളെ കൂട്ടാൻ ആൾ വന്നു. നമ്മുടെ കമ്പനി ഓഫീസിൽ പോയി കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പുള്ളി നമ്മളെ പെട്ടിയൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി ഹോട്ടലിൽ വിട്ടു. ഹോട്ടൽ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്റ്റാർ ഹോട്ടൽ. എന്താല്ലേ കമ്പനിക്ക് നമ്മളോടുള്ള സ്നേഹം. റൂമിലെത്തുമ്പോഴേക്ക് രാത്രി 9 മണിയായി. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി പിറ്റേ ദിവസം രാവിലെ 2:30 എണീച്ച് വീണ്ടും മുംബൈ എയർപോർട്ടിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന് അടുത്ത പ്ലെയിൻ പിടിച്ച് ഇന്ത്യ വിടണം. അതാണ് ടാസ്ക്. മുംബൈ ടു ആംസ്റ്റർഡാം 10 മണിക്കൂർ ഫ്ലൈറ്റ്. ഇരുന്നിരുന്നെൻ്റെ മൂലസ്ഥാനം വരെ മരവിച്ചു പോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ആംസ്റ്റർഡാം എത്തി. ആംസ്റ്റർഡാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് സെറ്റപ്പ് ആയിരിക്കും. ഇത് നോർമൽ. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് വേറെ പ്ലെയിൻ കയറി നേരെ പോയി ഇക്കഡോർ, സൗത്ത് അമേരിക്ക. അതും ഒരു 12 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരുന്നു. അതോടുകൂടി പ്ലെയിൻ യാത്ര ഞാൻ വെറുത്തു. പിന്നെ അവിടെ നിന്ന് ലഗേജൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് നേരം ഏജന്റിനെയും വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു കുളം നിറച്ച് കോഴിക്കാർപ്പ്. അങ്ങനെ അതിനെ നോക്കി കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഏജന്റ് വന്നിട്ട് പറഞ്ഞു, ഇന്നിന് കപ്പലിൽ കയറേണ്ട ഇവിടെ സ്റ്റേ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, നാളെ രാവിലെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റൂമൊക്കെ അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ സൗന്ദര്യം ആസ്വദിക്കാൻ നിന്നില്ല. അപ്പം തന്നെ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഉറക്കൊക്കെ കണ്ടിട്ട് താഴെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും ദേ കിടക്കുന്ന കുറേ മധ്യവയസ്കർ പാട്ടും ഡാൻസ് ഒക്കെ നല്ല എൻജോയ് ചെയ്യുന്നു. പിന്നെ അതൊക്കെ നോക്കിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ മുകളിലോട്ട് വന്ന്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് റൂമിനോടും ബായി പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. ഇനി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കപ്പലിലോട്ട്. ആജാനുബാഹുവായ ഈ സാധനമാണ് നമ്മുടെ കപ്പൽ. ഇനി അടുത്ത 6 മാസത്തേക്ക് എൻ്റെ വീടും ഓഫീസും വർക്ക് പ്ലേസും എല്ലാം ഇത് തന്നെ. അവിടെ നിന്ന് നമ്മുടെ പെട്ടിയൊക്കെ ചാക്കിലാക്കി ക്രെയിൻ ഉപയോഗിച്ച് മുകളിലോട്ട് കയറ്റുന്നതാണ് ഈ കാണുന്നത്. സോ ഫൈനലി ഞാൻ കപ്പൽ കയറാൻ പോവാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് പട്ടിപ്പണി.